ജീവിതത്തിൽ പലപ്പോഴും കുട്ടികളുമായി ബന്ധപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള സിനിമയിൽ കുട്ടികളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ മത്സര ബുദ്ധി തോന്നാൻ ചിലപ്പോൾ കഴിയുന്ന അവർക്ക് അവരുടെ അച്ഛനുമായിട്ടായിരിക്കാം. കളിയാക്കിയിട്ടില്ല, ഇന്നവരെ കളിയാക്കിയിട്ടില്ല. ബിക്കോസ് ഞാൻ അഭിനയം വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. പക്ഷെ പണ്ടത്തെ കാലത്ത് സിനിമ നല്ലതോ ചീത്തോ എന്നേ പറയാറുള്ളൂ. ഇന്ന് അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ സിനിമയിൽ ഒരു കഥാപാത്രം നെഗറ്റീവായി ചെയ്തതുകൊണ്ട് യു വിൽ നോട്ട് ബി നെഗറ്റീവ് ഇൻ ദി സൊസൈറ്റി. സുധീരനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ പുലിമുരുകൻ, അതായത് മലയാളികളെ 100 കോടി ക്ലബിലേക്ക് എത്തിച്ച സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സുധീരേട്ടൻ. ആ ഒരു ടാഗ്ലൈൻ എല്ലാവർക്കും ഓർമ്മയുണ്ട്, പൊട്ടിക്കട്ട. ചേട്ടാ, അതിൽ നിന്നും ഇപ്പൊ ED സിനിമയിലേക്ക് വ്യത്യസ്ത ഒരു കഥാപാത്രം, തികച്ചും ഒരു മാന്ത്രിക സൃഷ്ടിയുള്ള ഒരു കഥാപാത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സുരാജിനൊപ്പം കട്ടയ്ക്ക് നിന്ന് അഭിനയിക്കുക, ഒരു അച്ഛൻ റോള്, അതും ഒരു ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം. ചേട്ടാ മുന്നേ അഭിനയിച്ച സിനിമകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് തീർത്തും പുതുമയുള്ള ഒരു കഥാപാത്രമാണ്. അപ്പൊ ഇങ്ങനെ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കാനുള്ള ഒരു അല്ല, ഇതിൽ ഏറ്റവും പ്രധാനം വെച്ചാല് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ എന്ന് ഞാൻ പറയില്ല. പ്രേക്ഷകർക്ക് ചിലവർക്ക് മോൻ നെഗറ്റീവായിട്ട് തോന്നാം, ചിലവർക്ക് അച്ഛൻ നെഗറ്റീവായിട്ട് തോന്നാം. നെഗറ്റീവ് ഷെയ്ഡായിട്ടല്ല ഇതിനെ ഞാൻ കാണുന്നത്. ഇതിനെ കാണുന്നത് വെച്ചാൽ നമ്മളെ ജീവിതഗന്ധയായ കഥാപാത്രങ്ങളാണ് ഇതെല്ലാം. നമ്മളെ ലോകത്ത് കാണാൻ കഴിയുന്ന ED എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ പലപ്പോഴും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കാണാൻ കഴിയുന്ന ഒരു 5-6 വീടെടുത്താൽ അതിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് രസകരമായ കാഴ്ചകൾ കാണുന്ന ഒരു സിനിമയാണ് ED എന്ന് പറയുന്നത്. ഒരു ഡാർക്ക് ഹ്യൂമറുണ്ട്, ആവശ്യത്തിന് ഹ്യൂമറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ക്രിസ്മസിന് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കുടുംബവുമായി റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമ ED ആണ്. അതെ അതെ, ഇന്നലെ ന്യൂ തിയേറ്ററിൽ അതിന്റെ ഒരു ഞാൻ അറിഞ്ഞു. ED എന്ന് പറയുന്ന സിനിമ ഡിസംബർ 20-ാം തീയതി തിയേറ്ററുകളിലെത്തി. കേരളം ഒട്ടാകെയും ലോകമൊട്ടാകെയും ഉള്ള തിയേറ്ററുകളിൽ എത്തിയ സിനിമ ഇന്നലെ, അതായത് 27-ാം തീയതി സുരാജും ടീമും എല്ലാം തിരുവനന്തപുരത്തെ ന്യൂ തിയേറ്ററിൽ വന്ന സിനിമ കാണുകയും ഏറ്റവും കൂടുതൽ ആവേശം കിട്ടിയ ഒരു ഷോ ആയിരുന്നു തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സുരാജ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ന്യൂ തിയേറ്ററിൽ സിനിമ കാണാൻ വന്നതും. അതൊക്കെ അതിൻ്റെ രസം സുരാജിനും ഉണ്ടായിരുന്നു, ടീമിന് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഏറ്റവും രസകരമായ അഭിപ്രായങ്ങളും നേടാൻ കഴിഞ്ഞ ഒരു സിനിമയാണ്. കുടുംബ സദസ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയാണ്. ക്രിസ്മസ് സിനിമ റിലീസുകളിൽ കുടുംബ സദസ്സിന് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന് പറയാൻ കഴിയുന്ന അച്ഛനും മോനും അല്ലെങ്കിൽ ഒരു കുടുംബത്തിനകത്ത് ഉള്ള ഒരു തമാശ രൂപേണയും വേണമെങ്കിൽ ചിലർക്ക് അത് സീരിയസ് ആയും കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് മൗത്ത് പബ്ലിസിറ്റി വഴിയും എല്ലാം കുടുംബ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കോൺകർ ചെയ്യുകയാണ്. തിയേറ്ററുകളിലെല്ലാം ഷോ ഫുള്ളായിട്ട് ഇപ്പോൾ ED പോകുന്നു. ഒരു നല്ല വിജയമായിരിക്കും. കാണാത്തവര് കാണുക. ചില സിനിമകൾ നമ്മൾ OTTയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ കാണാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ ചില സിനിമകൾ തിയേറ്ററിൽ കാണുമ്പോഴോ ഉണ്ടാകുന്ന രസം, തിയേറ്ററിൽ നിന്ന് ചുറ്റുപാടും ഇരിക്കുന്നവർ ചിരിക്കുകയും നർമ്മരസത്തോടെ എൻജോയ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ മാറുമ്പോൾ ഉണ്ടാകുന്ന രസമുണ്ട്. അത്തരത്തിലാണ് ED എന്ന സിനിമ എക്സ്ട്രാ ഡീസന്റ്. ചേട്ടാ ഇപ്പം പറഞ്ഞല്ലോ, സുരാജ് ചേട്ടൻ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരത്തോട്ട് തിയേറ്ററിൽ വന്നത്. ഞാൻ ശ്രദ്ധിച്ചു, സുരാജ് ചേട്ടൻ നല്ല ഭയങ്കര ഒരു ചിരിച്ച മുഖവുമായിട്ടാണ് തിയേറ്ററിൽ ഒരു ഭയങ്കര ഒരു കൗതുകത്തോടെ, അതായത് കുറെ ചേട്ടൻ എന്നാലും ഒരു കമന്റ് പറഞ്ഞു, രാജമാണിക്യം സിനിമയ്ക്ക് ശേഷം ചേട്ടൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ന്യൂ തിയേറ്ററിൽ കയറുന്നത്. എനിക്ക് അത്രത്തോളം എനിക്ക് ചേട്ടന് സിനിമ വിജയമായി, അത്രത്തോളം പ്രേക്ഷകർ ഏറ്റെടുത്തു, സുരാജിന്റെ കഥാപാത്രം അത്രത്തോളം ആൾക്കാർ ഏറ്റെടുത്തു എന്ന് ചേട്ടന് പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ചേട്ടൻ ഇന്നലെ എത്തിയത്. അങ്ങനല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ന്യൂ തിയേറ്റർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബിഗസ്റ്റ് തിയേറ്ററാണ് അവിടെ ഉള്ളതിൽ, ട്രിവാൻഡ്രത്തുള്ളതിൽ വലിയ തിയേറ്ററാണ്. ന്യൂ തിയേറ്ററിന് ഒരുപാട് പാരമ്പര്യമുള്ള പഴയ തിയേറ്ററുകളിൽ ഒന്നാണ്. വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഏറ്റവും കൂടുതൽ ഹിറ്റായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു തിയേറ്ററാണ്. ഞാനും കൊച്ചിലെ മുതലേക്ക് ഈ സിനിമ കാണുന്ന തിയേറ്ററാണ്. അപ്പോൾ ആ തിയേറ്ററിൽ സുരാജ് വന്നു, സുരാജിന് ഇഷ്ടപ്പെട്ടു, സുരാജിന്റെ ഷോ എല്ലാവരും കൂടെ ഒപ്പം ഇരുന്ന് കാണാൻ കഴിഞ്ഞു. ED ടീമിനോടൊപ്പം ഇരുന്ന് അത് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് പ്രേക്ഷകരിൽ നിന്ന് നെഗറ്റീവായിട്ട് അഭിപ്രായങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നതാണ്. നെഗറ്റീവ് അഭിപ്രായങ്ങളില്ല, പോസിറ്റീവായിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടെന്നാലും. അപ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കാണുകയും ചെയ്യും. ചേട്ടാ സിനിമയുടെ ക്ലൈമാക്സിൽ സൈക്കോ സുരാജയുടെ മാത്രമല്ല, ചേട്ടനും ചെറിയൊരു സൈക്കോ അല്ലേ സിനിമയ്ക്കകത്ത്? ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇപ്പൊ സുരാജും സൈക്കോണും സുരാജും പറയില്ല അതിനകത്ത്. പക്ഷെ ഓരോ കഥാപാത്രങ്ങളും ഓരോരുത്തരും അവരവരെ ഷെയ്ഡിൽ കൂടിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ചിലവർ സുരാജിന്റെ കൂടെ സഞ്ചരിച്ചെന്ന് വരും, ചിലപ്പോൾ സുരാജിന്റെ അച്ഛനോട് സഞ്ചരിച്ചെന്ന് വരും. അപ്പൊ പലവരും പല കഥാപാത്രങ്ങളോട് ചേർന്ന് ഒഴുകി പോകുന്ന ഒരു സിനിമയാണ് ED എന്ന് പറയുന്നത്. എന്തിനാ അമ്മയുടെ സൈക്കോ ആയിട്ട് പറയത്തില്ലേ? അമ്മയുടെ, ഞാനിപ്പോ കഥ ഇതിനകത്തൂടെ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും അമ്മയുടേതിന് പോലും അത്തരത്തിൽ നമുക്ക് തോന്നാവുന്ന ഒരു
കഥാപാത്രമാണ് ശ്രീമതി വിനയപ്രസാദ് ചെയ്തിരിക്കുന്നത്. സുധീരയുടെ പ്രിൻസിപ്പാൾ ആയിരുന്നല്ലോ. അപ്പോൾ ചേട്ടാ, അതായത് സ്കൂളിലെ ഒരുപാട് പിള്ളേരുണ്ടല്ലോ. അപ്പോൾ ചേട്ടൻ ഏതെങ്കിലും കഥാപാത്രം കണ്ടിട്ട് സ്കൂളിലെ പിള്ളേർ ചേട്ടനെ കളിയാക്കിയിട്ടുണ്ടോ? കളിയാക്കിയിട്ടില്ല, ഇന്നേവരെ കളിയാക്കിയിട്ടില്ല. ബിക്കോസ് ഞാൻ അഭിനയം വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചുള്ള ഇന്നത്തെ കാലത്ത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഓഫ് ഫിലിംസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് കുട്ടികൾക്ക്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചോളം ഇപ്പൊ സിനിമ കാണുന്ന പ്രേക്ഷകർ പണ്ടൊക്കെ ആണെങ്കിൽ സിനിമ കണ്ടിട്ട് സിനിമ നല്ലതാണ് ചീത്തയാണ് മാർക്ക് ഇടുന്നൊന്നും സിസ്റ്റം ഒന്നുമില്ല. ഇപ്പൊ മാർക്ക് വരെ ഇടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ശരിയാണ്, ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ പണ്ടത്തെ കാലത്ത് സിനിമ നല്ലതോ ചീത്തോ എന്നേ പറയാറുള്ളൂ. ഇന്ന് അങ്ങനെയല്ല പറയുന്നത്. എഡിറ്റിംഗ് മോശമെങ്കിൽ എഡിറ്റിംഗ് മോശം എന്ന് പറയും, ക്യാമറ മോശമെങ്കിൽ ക്യാമറ മോശം എന്ന് പറയും, മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്കിൽ. അപ്പൊ അത്രത്തോളം പ്രേക്ഷകർ വളർന്നു. അപ്പൊ അവർക്കൊരു സിനിമ എടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അങ്ങനെ നിൽക്കുന്ന ഒരു ജനറേഷന്റെ മുമ്പേ നമ്മൾ സിനിമയിൽ ഒരു കഥാപാത്രം നെഗറ്റീവായി ചെയ്തതുകൊണ്ട് യു വിൽ നോട്ട് ബി നെഗറ്റീവ് ഇൻ ദി സൊസൈറ്റി. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകത്തില്ല. അവർ സിനിമയെ മനസ്സിലാക്കിയിട്ടാണ് നിൽക്കുന്നത്. നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് അല്ലെന്ന് തോന്നിയാൽ പിന്നെ പ്രേക്ഷകർ അതോടെ തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പാടെ തള്ളും. നെഗറ്റീവ് ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കണം എന്ന് കുട്ടികൾക്കും ആ ഒരു ഇപ്പം നെഗറ്റീവ് ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പോൾ. പക്ഷെ എനിക്ക് ആ ശാരദാംബരം എന്ന് പറയുന്ന ആ പാട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഓക്കെ ചേട്ടാ, അപ്പം ചേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇത്രയും വലിയൊരു ഹിറ്റ്, അതായത് പുതുവർഷം വരുമ്പോൾ തിയേറ്ററുകളിൽ നല്ല ഹൗസ്ഫുൾ ആയിട്ട് ഓടുകയാണ്. കഴിഞ്ഞ വർഷവും ഈ പുതുവർഷവും. അപ്പോൾ ചേട്ടാ, എല്ലാവിധ ആശംസകളും. താങ്ക് യു ചേട്ടാ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ED കാണുക, വിജയിപ്പിക്കുക. നല്ല സിനിമകളെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന മലയാളി പ്രേക്ഷകർ EDയെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, നമ്മൾ ഇടുന്ന പോസ്റ്റിന്റെ ചുവട്ടിൽ കമന്റുകൾ ഇട്ടാൽ മാത്രം പോരാ. ഈ കമന്റുകൾ ഇടുന്ന വ്യക്തികൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങൾ എഴുതുക സോഷ്യൽ മീഡിയ.